ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീട്ടിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ടീച്ചർ എത്തിയിട്ടുള്ളത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇൻ്റഗ്രേഷൻ ഡേ 1 ഉത്കൃതനം 1ാം ദിവസം പരീക്ഷ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വേഗം നമ്മുടെ പരീക്ഷയിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഇൻ്റഗ്രേഷൻ ഡേ 1 പ്രവർത്തനം 1 എന്താണെന്ന് നോക്കാം. കുഞ്ഞുറുമ്പിൻ്റെ യാത്ര. തെളിഞ്ഞ ആകാശം, കാട്ടിലെ കാഴ്ചകൾ കാണണം. കുഞ്ഞുറുമ്പിന് മോഹം. പച്ചിലക്കോട്ടിൽ നിന്ന് അവൾ പുറത്തിറങ്ങി. ഇളം കാറ്റ് വീശി. ഇലത്തുമ്പുകൾ ഇളകിയാടി. കാട്ടുപൂക്കളുടെ സുഗന്ധം. ഹായ്, പുൽക്കൊടിയിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളി. ഒന്ന് തൊട്ടാലോ? കുഞ്ഞുറുമ്പ് പതിയെ മുന്നോട്ട് നീങ്ങി. തൊട്ടില്ല. അവൾ കാലുതെറ്റി പുഴയിൽ വീണു. കുഞ്ഞുറുമ്പിന് പേടിയായി. അതാ ഒരില ഒഴുകി വരുന്നു. കുഞ്ഞുറുമ്പ് ഞൊടിയിടയിൽ അതിൽ കയറി. ഇല കുഞ്ഞുറുമ്പിനെയും കൊണ്ട് മുന്നോട്ട് നീങ്ങി. അവൾ 4 പാട് നോക്കി. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, പുഴയിൽ നീന്തിക്കളിക്കുന്ന മീനുകൾ. ഇലയിലിരുന്ന് കുഞ്ഞുറുമ്പ് ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിച്ചു. ഇനി മക്കൾക്ക് ഈ തന്നിട്ടുള്ള കഥാഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നോക്കിക്കേ, കുഞ്ഞുറുമ്പിൻ്റെ മോഹം എന്തായിരുന്നു മക്കളെ? ഏതെങ്കിലും കൂട്ടുകാർക്ക് ഉത്തരം ഓർമ്മയില്ലെങ്കിൽ മുന്നേയുള്ള കഥാഭാഗം ഒരിക്കൽ കൂടി വായിച്ചു നോക്കണം കേട്ടോ. എന്തായിരുന്നു മോഹം? കാട്ടിലെ കാഴ്ചകൾ കാണണം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇലത്തുമ്പുകൾ ഇളകിയാടിയത് എപ്പോഴായിരുന്നു? ഇളങ്കാറ്റ് വീശിയപ്പോഴാണ് അല്ലേ? ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം നോക്കൂ. പുൽക്കൊടിയിൽ തിളങ്ങുന്നത് എന്തായിരുന്നു? മഞ്ഞുതുള്ളിയാണ് പുൽക്കൊടിയിൽ തിളങ്ങിയിരുന്നത് അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ. പുഴയിൽ വീണ് കുഞ്ഞുറുമ്പ് രക്ഷപ്പെട്ടത് എങ്ങനെയായിരുന്നു മക്കളെ? ഇലയിൽ കയറിയായിരുന്നു രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ? മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്നത് എന്തായിരുന്നു മക്കളെ? മലനിരകളാണ് മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കൃത്യമായി ഉത്തരം പറയാനായിട്ട് പറ്റിയില്ലേ? ഓക്കെ മക്കളെ, ഇനി നമുക്ക് 2ാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. പ്രവർത്തനം 2. കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ. കുഞ്ഞുറുമ്പ് പുഴയിലൂടെ യാത്ര തുടർന്നു. കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ ചേർത്ത് വിവരണം തയ്യാറാക്കൂ. ചുരുങ്ങിയത് 5 വാക്യങ്ങൾ. അപ്പം നമ്മുടെ കുഞ്ഞുറുമ്പ് പുഴയിലൂടെ യാത്ര തുടർന്നു അല്ലേ? അങ്ങനെ അവൾ എന്ത് ചെയ്തു? ഒത്തിരി കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ കണ്ടിട്ടുള്ള കാഴ്ചയുടെ ഒരു ചിത്രം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. മക്കളുടെ അടുത്ത് എന്താണ് പറഞ്ഞത്? നമ്മുടെ കുഞ്ഞുറുമ്പ് കണ്ടിട്ടുള്ള കാഴ്ചകൾ ചേർത്ത് ചെറിയൊരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ചുരുങ്ങിയത് 5 വാക്യങ്ങളെങ്കിലും വേണമെന്നും നമുക്കവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ മക്കളെ, ചിത്രം നന്നായി നോക്കിക്കേ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? ചിത്രത്തിലുള്ള കാര്യങ്ങൾ മക്കൾ വാക്യങ്ങളിലാക്കി എഴുതിയാൽ മതി കേട്ടോ. നോക്കിക്കേ. പുഴയിൽ നീന്തുന്ന മീനുകൾ, പുഴയരികിൽ നിൽക്കുന്ന പശു, പുല്ലു തിന്നുന്ന മുയൽ, പൂക്കളിൽ തേൻ നുകരുന്ന പൂമ്പാറ്റകൾ, പുഴയിൽ നീന്തിക്കളിക്കുന്ന താറാവുകൾ. ഇങ്ങനെ ഒത്തിരി കാഴ്ചകൾ നമ്മുടെ കുഞ്ഞുറുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ. അടുത്ത് നമുക്ക് ഗണിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഗണിതം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലും മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലുമായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ടീച്ചർ ഇവിടെ ആദ്യം ഇംഗ്ലീഷിൽ പറയാം കേട്ടോ, അതിനുശേഷം മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് പറയാം. നോക്കിക്കേ. ആക്ടിവിറ്റി 3 ഹൗ മെനി സീഡ്സ്, അതായത് എത്ര വിത്തുകൾ എന്നതാണ് 3ാമത്തെ പ്രവർത്തനം. Look at the numbers of pea seeds given to each class to make a vegetable garden. നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ? ആ ഒരു ടേബിളിൽ എന്താണ് തന്നിട്ടുള്ളത്? പീ സീഡ്സ് ഇല്ലേ, അതായത് പയറ് വിത്തുകൾ ഓരോ ക്ലാസ്സിനും കൊടുത്തിട്ടുള്ള എണ്ണമാണ് തന്നിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാനാണല്ലേ, ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാനായിട്ട് ഓരോ ക്ലാസ്സിനും കൊടുത്തിട്ടുള്ള പയർ വിത്തുകളുടെ എണ്ണമാണ് നമുക്കവിടെ ചുവടെ തന്നിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ. ക്ലാസ് 1 ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? അതിൽ പാക്ക് ഓഫ് 100, അതായത് 100ൻ്റെ പാക്ക് എത്രയാണുള്ളത് മക്കളെ? 1 അല്ലേ? അടുത്ത് നോക്കിക്കേ. പാക്കറ്റ് ഓഫ് 10, അതായത് 10ൻ്റെ പാക്കുകൾ എത്രയുണ്ട് മക്കളെ? 2 ഉണ്ട് അല്ലേ? അതിനുശേഷം 1കളുടെ എണ്ണമാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് അല്ലേ? എത്രയുണ്ട്? 6 ഉള്ളത് അല്ലേ? അപ്പോൾ മക്കളുടെ അടുത്ത് അവിടെ കണ്ടെത്താനായിട്ട് പറഞ്ഞത് ടോട്ടൽ എത്ര വിത്തുകളാണ് ഓരോ ക്ലാസ്സിനും കിട്ടിയിട്ടുള്ളത് എന്നതാണ് കേട്ടോ. ഇവിടെ എത്രയായിരിക്കും മക്കളെ ആകെ വിത്ത് ഉണ്ടായിരിക്കുക? എത്രയാണ്?
100ൻ്റെ ഒരു പാക്കും 10ൻ്റെ 2 പാക്കും 6 ഒന്നുകളും ചേർന്നാൽ എത്രയാണ് സംഖ്യ? 126 അല്ലേ, 126. അടുത്ത് നോക്കിക്കേ മക്കളെ, 2ാം ക്ലാസ്സിൽ 100ൻ്റെ എത്ര പാക്കറ്റ് ഉണ്ട്? ഒരു പാക്കറ്റാണുള്ളത്. 10ൻ്റെ പാക്കറ്റുകൾ ഇല്ല അല്ലേ. ഒന്നുകളുടെ എണ്ണം എത്രയാണ്? 3 എണ്ണമാണ് തന്നിട്ടുള്ളത്. എങ്കിൽ ആകെ എത്രയുണ്ടായിരിക്കും മക്കളെ? 103 സീഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ, വിത്തുകളായിരിക്കും ഉണ്ടായിരിക്കുക. 3ാം ക്ലാസ്സിൽ നോക്കിക്കേ, 100ൻ്റെ ഒരു പാക്ക് ഉണ്ട്. 10ൻ്റെ എത്ര പാക്കുകളാണുള്ളത്? 9 പാക്കുകളാണ് അല്ലേ. ഇനി ഒന്നുകൾ എത്ര എണ്ണമുണ്ട്? 5 എണ്ണമാണുള്ളത്. അപ്പോൾ ആകെ എത്ര ഉണ്ടായിരിക്കും? 195 എണ്ണം ഉണ്ടായിരിക്കും അല്ലേ. 4ാം ക്ലാസ്സിൻ്റെ നോക്കിക്കേ, 100ൻ്റെ ഒരു പാക്ക്, 10ൻ്റെ 4 പാക്കും, അതുപോലെ തന്നെ ഒന്നുകൾ എത്രയുണ്ട്? 7 എണ്ണവുമാണുള്ളത് അല്ലേ. എങ്കിൽ ആകെ എത്ര ഉണ്ടായിരിക്കും മക്കളെ? 147 ആണല്ലേ, 147. എല്ലാ കൂട്ടുകാർക്കും ഇത്തരത്തിൽ കണ്ടെത്താനായിട്ട് അറിയില്ലേ? ഓക്കെ മക്കളെ, ഇനി നിങ്ങൾക്കുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. കിട്ടിയ വിത്തുകളുടെ എണ്ണത്തെ ആരോഹണ ക്രമത്തിൽ എഴുതൂ. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമുക്ക് കിട്ടിയിട്ടുള്ള വിത്തുകളെ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതാനാണ്. നോക്കിക്കേ, ആദ്യം ഏത് വരും? 103, 126, 147, 195. ഇതേ രീതിയിലാണ് ക്രമപ്പെടുത്തേണ്ടത്. ഓക്കെ മക്കളെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 4, ചെടികൾ പലവിധം. കിഴങ്ങു നട്ടാൽ മുളച്ചിടും, ഇലയിൽ വെള്ളം നിൽക്കില്ല, ഗുണവും രുചിയും എനിക്കുണ്ടേ, ഞാനാരെന്ന് ചൊല്ലാമോ? അപ്പം മക്കളടുത്ത് അതിൻ്റെ ഉത്തരം തന്നിട്ടുള്ള കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? കിഴങ്ങ് നട്ടാൽ മുളച്ചിടും, ഇലയിൽ വെള്ളം നിൽക്കില്ല, ഗുണവും രുചിയും എനിക്കുണ്ടേ, ഞാനാരെന്ന് ചൊല്ലാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ഉത്തരം എന്താണ് മക്കളെ? ഉത്തരം അറിയുന്ന കൂട്ടുകാരെന്ത് ചെയ്യുക? വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, എന്താണ് ഉത്തരം വരിക? ചേമ്പാണ് ഉത്തരം വരിക അല്ലേ. അടുത്ത നോക്കിക്കേ, ഇലയില നീളയില, ഊണു വിളമ്പം അടയുണ്ടാക്കാം, മഴയിൽ ചൂടി നടന്നിടാം, ഇലയിൽ കേമൻ ഞാനാര്? ആരാണ് മക്കളെ? നമ്മുടെ വാഴയിലയാണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. അപ്പം 2 ചോദ്യങ്ങളും വളരെ ഈസിയാണ് അല്ലേ, കൂട്ടുകാർക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടികളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി എണ്ണം കൂട്ടുകാർക്ക് അറിയാലോ. ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. മത്തൻ, വെണ്ട, പാവയ്ക്ക അല്ലേ. ഇതെല്ലാം എന്താണ്? വിത്ത് മുളച്ചുണ്ടാവുന്ന ചെടികളാണ് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് കുറച്ച് കൂട്ടുകാരൂടി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ആ മക്കളോട് എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. ഇനി കൂട്ടുകാർക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ടീച്ചർ ആദ്യം ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പറയാം, അതിനുശേഷം മലയാളത്തിലും ക്വസ്റ്റ്യൻ പറയാം കേട്ടോ. നോക്കിക്കേ മക്കളെ, ആക്ടിവിറ്റി 5, കലണ്ടർ മാത്സ്. കംപ്ലീറ്റ് ദി മിസ്സിംഗ് ഡേറ്റ്സ് ഓൺ ദി മന്ത് ഓഫ് ജാനുവരി 2024 ഇൻ ദി കലണ്ടർ. അതായത് നമുക്ക് അവിടെ ഒരു കലണ്ടർ തന്നിട്ടുണ്ട് അല്ലേ. ഏത് മാസത്തെയാണ്? ജനുവരി 2024 കലണ്ടറാണ് തന്നിട്ടുള്ളത്. അപ്പം മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് അതിൽ വിട്ടുപോയിട്ടുള്ള കളങ്ങളൊക്കെ പൂർത്തീകരിച്ച് എഴുതാനായിട്ടാണേ. അപ്പം നോക്കിക്കേ മക്കളെ, തന്നിട്ടുള്ള കലണ്ടറിൽ കുറച്ച് കോളങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അവിടെ ഏതായിരിക്കും ഡേറ്റ് വരിക എന്നുള്ളത് കണ്ടെത്തിയിട്ട് മക്കളടുത്ത് അവിടെ ഫില്ല് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എഴുതി നോക്കാം. നോക്കിക്കേ, 22 വരെയാണ് അവിടെ ഡേറ്റ് വന്നിട്ടുള്ളത് അല്ലേ. അതിനടുത്തുള്ള 2 കോളങ്ങൾ മിസ്സിങ് ആണ്. അപ്പോൾ അവിടെ ഏതൊക്കെയായിരിക്കും ഡേറ്റ് വരിക? 22 കഴിഞ്ഞാൽ 23, 24 വരും അല്ലേ. ഇനി അതിൻ്റെ തൊട്ട താഴത്തുള്ള കോളം നോക്കിക്കേ, 29 ആണ് അല്ലേ. 29 കഴിഞ്ഞിട്ട് ഏത് സംഖ്യ വരും മക്കളെ? 30 വരും. അത് കഴിഞ്ഞ് 31 വരും അല്ലേ. ജനുവരിയിൽ 31 ദിവസങ്ങളുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അവിടെ മറ്റൊരു ക്വസ്റ്റ്യനോടും ചോദിച്ചിട്ടുണ്ട്. ജനുവരി മാസത്തിൽ ആകെ എത്ര ദിവസങ്ങളുണ്ട്? എത്ര ദിവസങ്ങളാണ്? നമ്മളിപ്പം പറഞ്ഞു അല്ലേ, 31 ദിവസങ്ങളാണ് ജനുവരി മാസത്തിലുള്ളത്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. 30 എഴുതി നിർത്തരുത്. 31 ദിവസങ്ങളുണ്ട് നമ്മുടെ ജനുവരി മാസത്തിൽ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാ കൂട്ടുകാരും ചെയ്തല്ലോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഈ കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. നോക്കിക്കേ, 2024 ജനുവരി 1 തിങ്കളാഴ്ചയാണ് എങ്കിൽ 2023 ഡിസംബർ 28 ഏത് ദിവസമായിരിക്കും? എന്താണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്? 2024 ജനുവരി 1 തിങ്കളാഴ്ചയാണ് അല്ലേ. എങ്കിൽ 2023 ഡിസംബർ 28 ഏത് ദിവസമായിരിക്കും? ഏത് ദിവസമായിരിക്കും മക്കളെ? വ്യാഴായിരിക്കും വരിക അല്ലേ. നമുക്കറിയാം ഡിസംബർ എത്രയുണ്ട്? 31 ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് അവിടെ തന്നിട്ടുള്ളത് ഡിസംബർ 28 ഏത് ദിവസമാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും മക്കളെ?
ഞായറായിരിക്കും വരിക അല്ലേ? ഡിസംബർ 30 ഏത് വരും? ശനി വരും. ഡിസംബർ 29 വെള്ളി വരും. ഡിസംബർ 28 ഏത് വരും? വ്യാഴം വരും അല്ലേ? അപ്പോൾ വ്യാഴമാണ് അവിടെ ആൻസറായിട്ട് വരിക കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. 2024 ജനുവരി മാസത്തിൽ എത്ര ശനിയാഴ്ചകളുണ്ട്? ശനിയാഴ്ച വരുന്ന തീയതികൾ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? 4, 6, 13, 20, 27 ഇതാണ് വരിക അല്ലേ? അതായത് 5 ശനിയാഴ്ചകളാണ് ഉള്ളത്. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള ലാസ്റ്റ് ചോദ്യം നോക്കിക്കേ. കലണ്ടറിൽ നിന്ന് ഒരു സംഖ്യാ പാറ്റേൺ കണ്ടെത്തി എഴുതൂ. ഏതെങ്കിലും ഒരു സംഖ്യാ പാറ്റേൺ നമുക്ക് തന്നിട്ടുള്ള കലണ്ടറിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് എഴുതാവുന്നതാണ്. ഇപ്പം നമ്മൾ എഴുതിയിട്ടുള്ള പാറ്റേൺ നോക്കിക്കേ. 1, 8, 15, 22, 29. അപ്പോൾ ഇതേ രീതിയിൽ മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? പാറ്റേൺ എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പം ഇന്നത്തെ പരീക്ഷ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ നിങ്ങളുടെ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ഓക്കെ മക്കളെ, ഇനി നമ്മൾ ഇൻറ്റഗ്രേഷൻ ഡേ 2 ഡേ 3 ഒക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക? നന്നായിട്ട് തന്നെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ മക്കളുടെ അടുത്ത് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. കൂട്ടുകാരൻ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് മലയാളത്തിൽ നിന്നും ഗണിതത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ചാനലിലോട്ട് ടീച്ചർ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ടീച്ചർ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.